പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെയും റിവൈവലിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ദൈവവചനം ഷെയർ ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്യുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ അഡ്മിനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബ്രദറിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നേരത്തെ ഞാനൊരു ലൈവ് ചെയ്തിരുന്നു, അത് നെറ്റിൻ്റെ പ്രോബ്ലം കൊണ്ട് കട്ടായിപ്പോയി. വീണ്ടും ആദ്യം മുതൽ ചെയ്യുകയാണ്. കർത്താവ് സഹായിക്കട്ടെ. ഇപ്പോൾ എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയം ദൈവവചനം ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങളോട് ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വേദഭാഗം, തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വേദഭാഗമാണ്. അവിടെ ഇങ്ങനെ കാണുന്നു: ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ. പ്രൈസ് ദി ലോർഡ്. ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ. അപ്പം ഇവിടെ ഒരു പോരാട്ടത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ആത്മീയ ലോകത്തിലെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ എപ്പോഴും കേൾക്കുന്ന ഒരു പദമാണ് പോരാട്ടം, പോരാട്ടം എന്നുള്ളത്, അല്ലേ? എല്ലാ ദൈവമക്കളുടെയും വായിൽ പെട്ടെന്ന് വരുന്നൊരു കാര്യമാണ് പോരാട്ടം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പോരാട്ടത്തെക്കുറിച്ചല്ല ശരിക്കും ഇവിടെ യേശു കർത്താവ് പഠിപ്പിക്കുന്നത്. മറിച്ച് എന്തിനെക്കുറിച്ചുള്ളതാണ്? നിത്യതയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പോരാട്ടം ആവശ്യമാണ്. അത് ആരോടാണ്? മനുഷ്യനോടല്ല. ആമേൻ. അപ്പം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, പോരാടിയാൽ മാത്രമേ ഇടുക്കുവാതിലൂടെ നമുക്ക് അകത്തേക്ക് പ്രവേശനം സാധ്യമാകുകയുള്ളൂ. ഇവിടെ ലോകപ്രകാരം പലരും പോരാടുന്നുണ്ട്, പല വിഷയങ്ങൾക്ക് വേണ്ടി പോരാടുന്നുണ്ട്, അല്ലേ? നമുക്കറിയാം, പല സ്ഥാനങ്ങൾക്ക് വേണ്ടി പലരും പോരാടുന്നുണ്ട്, മറ്റ് വ്യക്തികളുമായിട്ട് പോരാടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പല അവരുടെ ഭൗതികമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്കും കസേരകൾക്ക് വേണ്ടിയിട്ടും, അതുപോലെ മറ്റുള്ള എല്ലാ ഈ ലോകത്തിൽ നിലനിൽക്കുവാൻ, ലോകത്തിൽ പേരെടുക്കുവാൻ വേണ്ടി പലരോടും പോരാടുന്നുണ്ട്, അല്ലേ? പല രീതിയിൽ അത് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പം അത് ചിലപ്പോൾ ഒരുപക്ഷെ വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ടാകാം ഈ ലോകപ്രകാരം. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പദം ആ പോരാട്ടത്തെക്കുറിച്ചേ അല്ല. പിന്നെന്താണ്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നമുക്കുള്ള പ്രവേശനം സാധ്യമാകണമെങ്കിൽ ആമേൻ, ഒരു ഇടുക്കുവാതിലുണ്ട്. അപ്പം ആ വാതിലൂടെ ഒരാൾക്ക് പ്രവേശിക്കണമെങ്കിൽ നിസ്സാരമായിട്ട് കടന്നു പോകാനായിട്ട് ഒരിക്കലും കഴിയത്തില്ല. ഒരിക്കലും നിസ്സാരമായിട്ട് അതിനകത്ത് പ്രവേശിക്കാൻ കഴിയുമെന്ന് നമ്മൾ ആരും വിചാരിക്കരുത്. നമ്മൾ വിചാരിക്കും, ഞാൻ രക്ഷിക്കപ്പെട്ടതല്ലേ, ഞാൻ സ്നാനപ്പെട്ടതല്ലേ, ഞാൻ അഭിഷേകം പ്രാപിച്ചതല്ലേ, ഞാൻ എല്ലാ ഞായറാഴ്ചയും ചർച്ചിൽ പോകുന്നതല്ലേ, ഞാൻ അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല ഒക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അത് മാത്രം പോരാ, ആ ഒരു ക്വാളിഫിക്കേഷൻ മാത്രം പോരാ ഈ വാതിലിലൂടെ കടക്കാനായിട്ട്. പ്ലേസിൽ കുറച്ച് സ്ട്രെയിനാണ്. അതുകൊണ്ടാണ് ഇത് ഇടുക്കമായിട്ടിരിക്കുന്നത്. അപ്പം നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലമാണ്, അത് വ്യക്തമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. നാശത്തിലേക്ക് പോകുന്ന വഴി ആർക്ക് വേണമെങ്കിലും പോവാം, അതിങ്ങനെ ഓപ്പണായിട്ട് കിടക്കുവാണ്, അല്ലേ? അത് വിശാലമാണ്, ഏത് വ്യക്തിക്ക് വേണമെങ്കിലും അതിലേക്ക് പ്രവേശിക്കാം. പക്ഷെ അതിനൊരു പോരാട്ടമോ അല്ലെങ്കിൽ അതിന് പ്രത്യേകമായ പരിശീലനമോ അതിന് പ്രത്യേകമായ എന്തെങ്കിലും തയ്യാറെടുപ്പുകളോ ഒന്നും വേണ്ട. ആർക്ക് ഏതിലേ വന്നാലും അതിലേക്കൂടെ കടന്നു പോകാം. അതിങ്ങനെ വിശാലമായിട്ട് തുറന്നു കിടക്കുവാണ്, അത് എപ്പോഴും ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുകയാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇടുക്കുവാതിലൂടെ പ്രവേശിക്കണമെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ ശരിക്കും ഒരു പോരാട്ടത്തിൻ്റെ ആവശ്യകതയുണ്ട്. എന്തിനോടാണ് പോരാടേണ്ടത്? പാപത്തോട് പോരാടണം. ആമേൻ. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ പാപത്തോട്, നമ്മുടെ ക്രിസ്തീയതയെ തകർക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കർത്താവുമായിട്ടുള്ള കണക്ഷനെ കട്ട് ചെയ്യുന്ന എല്ലാ വിഷയത്തിന്മേലും നമ്മൾ പോരാടേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളും ക്രിസ്തുവുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പിനെ തകർക്കുന്ന എല്ലാ വിഷയങ്ങളോടും നമ്മൾ എതിർത്ത് നിന്നാലേ, നമ്മൾ പോരാടിയാൽ മാത്രമേ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ പാപം ഇത് നമ്മൾ പുറമേ നോക്കുമ്പോൾ നമുക്കൊന്നും കാണത്തില്ല. പക്ഷേ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, നമ്മളൊന്ന് ആഴത്തിലേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നിത്യതയ്ക്ക് അല്ലെങ്കിൽ ഞാനും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിന് തടസ്സമായി നിൽക്കുന്ന ഒത്തിരി മേഖലകളുണ്ട്. ആമേൻ. അപ്പം ആ ഒരു മേഖലയെ തരണം ചെയ്ത് അതിനെ പോരാടി ജയിച്ചാൽ മാത്രമേ ഈ ഇടുക്കുവാതിലൂടെ എനിക്കോ നിങ്ങൾക്കോ കടക്കാനായിട്ട് സാധ്യമാകൂ എന്ന് വ്യക്തമായിട്ട് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിനുശേഷം യേശു കർത്താവ് ഒരു ഉപമയിൽ കൂടി അവിടെ പറയുകയാണ്, പലരും അതിലൂടെ ആയിട്ട് നോക്കും. അതെ, ഇന്നും അത് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും, അല്ലേ? ഇതിലേക്കൂടെ കടക്കാൻ വേണ്ടി. പക്ഷേ കർത്താവ് വ്യക്തമായിട്ട് അവിടെ എടുത്തു പറയുകയാണ്, പലരും കടപ്പാൻ നോക്കും, പക്ഷെ എന്ത് ചെയ്യും? കഴിയത്തില്ല.
പ്രൈസ് ലോർഡ്. കടപ്പാൻ നോക്കിയാലും അത് ഭയങ്കര ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും കർത്താവ് പറയാണ്, പലരും കടക്കാൻ നോക്കും, പലരും വിചാരിക്കുന്നത് ഞാൻ അതിലേക്കൂടെ അങ്ങ് സ്മൂത്തായിട്ട് പോകും എന്നാണ്, ആ വാതിലൂടെ. പലരുടെയും ചിന്ത അങ്ങനെയാണ്. പക്ഷേ യേശു കർത്താവ് പറയാം, പലരും കടക്കാൻ നോക്കും, പക്ഷേ അവരെ കൊണ്ട് കഴിയത്തില്ല. പ്രൈസ് ലോർഡ്. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നു, വീട്ടുടയവൻ, പ്രൈസ് ലോർഡ്, വീട്ടുടയവൻ എഴുന്നേൽക്കും, എഴുന്നേറ്റ് കതക് അടയ്ക്കും, കതക് അടച്ച ശേഷം പുറത്തു നിന്ന് ആര് കൊട്ടിയാലും, പ്രൈസ് ലോർഡ്, ആര് കൊട്ടിയാലും, അതിന് എത്ര വലിയ കൊമ്പത്തിരിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാൽ, ഏത് പൊസിഷനിലിരിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാലും, എത്ര സ്വാധീനമുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞാലും, ലോകപ്രകാരം എല്ലാവരും അറിയപ്പെടുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാലും, പുറത്തു നിന്ന് കൊട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും വീട്ടുടയവൻ പുറത്ത് നിൽക്കുന്ന വ്യക്തിക്ക് അകത്തേക്ക് പ്രവേശനം തുറന്നു കൊടുക്കാൻ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല എന്നാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്. ആമേൻ. അപ്പം ഈ പോരാടി ജയിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും, ആമേൻ, വീട്ടുടയവൻ കതക് അടച്ച ശേഷം പുറത്തു നിന്ന് ഇനി ഞാൻ ആരാണെന്ന് പറഞ്ഞാലും അതിലേക്ക് പ്രവേശനം സാധ്യമല്ല എന്ന് വ്യക്തമായി തീർത്ത് പറയാൻ, അത് യാതൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. എന്നിട്ട് പറയാണ്, നിങ്ങൾ പുറത്തു നിന്ന് കർത്താവെ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കതകിന് മുട്ടും. പ്രൈസ് ലോർഡ്. കതകിന് മുട്ടുമ്പോൾ യേശു കർത്താവിൻ്റെ മറുപടി വളരെ ഭയത്തോടെ നമ്മൾ വായിക്കേണ്ട കാര്യമാണ്. ഇവിടെ വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. നോക്കണം, നിങ്ങൾ എവിടെ നിന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ആമേൻ. എത്ര വലിയ ഒരു താങ്ങാൻ കഴിയാത്തൊരു ഉത്തരമാണ്. നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാൻ പറ്റാത്തൊരു മറുപടിയാണ് യേശു കർത്താവിൻ്റെ. പുറത്ത് നമ്മൾ കൊട്ടുമ്പോൾ പറയാണ്, അകത്തു നിന്ന് ഉത്തരം പറയാണ്, നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല. ഈ ഒരു മറുപടി നമ്മൾക്ക് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഏറ്റവും അടുത്തറിയാവുന്ന, നമ്മൾ പരിചയപ്പെട്ട, നമ്മൾ സഹകരിച്ച്, നമ്മൾ എപ്പോഴും കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഫീൽ ഒന്ന് ചിന്തിച്ച് നോക്കി. നമുക്കൊരിക്കലും അത് താങ്ങാൻ പറ്റത്തില്ല. ഇന്നലെ വരെ നമ്മുടെ കൂടെ നിന്ന ആൾ പെട്ടെന്ന് നാളെ ഒരു ദിവസം നമ്മളെ നോക്കി പറയാണ്, ഞാൻ നിന്നെ അറിയുന്നില്ല, എനിക്ക് നിന്നെ അറിയില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എത്ര വലുതാണ്. ആ ഒരു വേദന നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്നില്ല എങ്കിൽ ഇവിടെ വീട്ടുടയവനായ കർത്താവ് എഴുന്നേറ്റ് കതക് അടച്ച ശേഷം പുറത്തു നിന്ന് നമ്മൾ കൊട്ടുമ്പോൾ, ഞാൻ നിന്നെ അറിയുന്നില്ല മോളെ, ഞാൻ നിന്നെ അറിയുന്നില്ല മകനെ എന്നുള്ള മറുപടിയാണ് നമ്മൾ കേൾക്കുന്നതെങ്കിലുള്ള നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കും. എപ്പോഴും ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ ഭയത്തോടെ മാത്രമേ ഞാനിത് വായിച്ചിട്ടുള്ളൂ. കാരണം എന്താ, കർത്താവ് അങ്ങനെ എന്നെ നോക്കി മറുപടി പറഞ്ഞാലുണ്ടാകുന്ന എൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? അപ്പം ഞാൻ ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ, ഞാൻ ദൈവത്തിൻ്റെ മകളല്ലേ, ഞാൻ കർത്താവിന് വേണ്ടി ഭയങ്കര കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഒരിക്കലും കർത്താവിനെ റിജക്റ്റ് ചെയ്യത്തില്ല അല്ലേ, ഞാൻ കർത്താവിന് മുമ്പിൽ ഭയങ്കര പ്രഷ്യസ് ആണ്, അല്ലെങ്കിൽ കർത്താവ് എന്നെ നോക്കുമ്പോൾ ഞാൻ ഓക്കെ ആണ് എന്നുള്ള ഒരു ചിന്തയാണ്, ആ ഒരു മനോഭാവമാണ് എൻ്റെ ഉള്ളിലെങ്കിൽ ഒരിക്കലും നമുക്ക് കഴിയത്തില്ല. കാരണം അതൊന്ന് ശോധന ചെയ്യണം ഇടയ്ക്കിടയ്ക്ക്. ഞാൻ കർത്താവിനെ അറിയുന്നുണ്ട്, പക്ഷെ കർത്താവ് എന്നെ അറിയുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ഞാൻ ദൈവമകളാണ്, അല്ലെങ്കിൽ ഞാൻ ദൈവ പൈതലാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ മിനിസ്റ്റർ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ യേശു എന്നെ അറിയുന്നുണ്ടോ? പ്രൈസ് ലോർഡ്. യേശു കർത്താവിന് എന്നെ അറിയാമോ? ആമേൻ. ഇതെല്ലാം പറയുമ്പോൾ യേശു കർത്താവ് എന്നെ അറിയുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത കൂടി നമ്മൾ മനസ്സിൽ ഒന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്, യാത്ര ചെയ്യാനായിട്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ നന്നായിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, നമ്മൾ ദൈവത്തെ അറിയുന്നുണ്ട് എന്നൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ യേശു കർത്താവ് തിരിച്ചു പറയുന്നത്, ഞാൻ നിന്നെ അറിയുന്നേയില്ല എന്ന് പറഞ്ഞാലുള്ള ആ വേദന എത്ര വലുതാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പൊ ഇവിടെ പറയാണ്, നിങ്ങൾ എവിടെ നിന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറയും. പെട്ടെന്ന് പുറത്ത് നിൽക്കുന്ന വ്യക്തിയുടെ മറുപടി കേൾക്കണം. ഉടനെ പരിചയപ്പെടുത്തുവാണ്, പല കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ആ വ്യക്തി. പുറത്ത് നിൽക്കുന്ന വ്യക്തി പറയാണ്, അന്നേരം നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും നിന്റെ തെരുക്കളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ, അതായത് തിന്നുകയും കുടിക്കുകയും ഞങ്ങൾ തെരുക്കളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു വിടും. അപ്പം ഇത് ഓർമ്മിപ്പിക്കുക, അതായത് അന്ന് നിന്റെ മുമ്പിലല്ലേ ഞങ്ങൾ ഇതെല്ലാം ചെയ്തത്, അപ്പൊ പിന്നെ നീ എങ്ങനെ അറിയുന്നില്ല? അതായത് പരിചയം ഒന്ന് പുതുക്കി കൊടുക്കുക. വെളിയിൽ നിൽക്കുന്ന ആള് പറയാണ്, ഇതാ ഇന്ന കാര്യങ്ങൾ ഞാൻ അന്ന് നിന്റെ മുമ്പിലല്ലേ ഇതെല്ലാം ചെയ്തത്, എന്നിട്ട് നീ എന്താ ഇപ്പൊ എന്നോട് ഇങ്ങനെ പറയുന്നേ, അറിയത്തില്ല എന്ന് പറയുന്നേ എന്ന് ചോദിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെ, അതായത് പരിചയം പുതുക്കി കൊടുക്കുക. നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്തില്ലേ, ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ കർത്താവ് വീണ്ടും അവിടെ പറയുന്ന മറുപടി ഭയങ്കര ഭയത്തോടെ നമ്മൾ വായിക്കണം. അവിടെ പറയാണ്, അവനോ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് നിങ്ങളോട് പറയുന്നു. ആദ്യം പറഞ്ഞ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. രണ്ടാമത്തെ ഉത്തരം കുറച്ചുകൂടെ ഭയങ്കരമാണ്. പറയാണ്,
അതെ, ആദ്യം പറഞ്ഞതല്ല, രണ്ടാമത് പറയാണ്, നിങ്ങൾ എവിടെ നിന്ന്, ഏത് സ്ഥലത്ത് നിന്ന്, നിങ്ങൾ ആരാണ് എന്ന് പോലും ഞാൻ നിങ്ങളെ അറിയുന്നില്ല. പ്രൈസ് ലോർഡ്. എത്ര ഭയാനകരമായ വാക്കുകൾ, എത്ര വേദനിപ്പിക്കുന്ന, പേടിപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന വാക്കുകളാണ് ദൈവത്തിന് മറുപടി. നോക്കെ, ഇനി അതും പോരാ, അതും സഹിക്കാം. അത് കഴിഞ്ഞിട്ട് താഴോട്ട് എഴുതിയിരിക്കുകയാണ്, അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ. പ്രൈസ് ലോർഡ്. അപ്പൊ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് മുഴുവൻ അനീതിയായിരുന്നു. അപ്പം നമ്മൾ മിനിസ്ട്രി എന്ന് പറഞ്ഞതും ഇത്രയും നാളും കർത്താവിന് വേണ്ടി നമ്മൾ നിന്നതും അല്ലെങ്കിൽ നമ്മൾ ചെയ്തതെല്ലാം അനീതിയായിരുന്നോ? ഒന്ന് ശോധന ചെയ്യും. ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള മിനിസ്ട്രി ആയിരുന്നു നമ്മൾ ഇതുവരെ ചെയ്തത്. ദൈവത്തിന്റെ ആലോചന പ്രകാരമായിരുന്നു നമ്മൾ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചത്. എന്നിട്ട് കർത്താവിന്റെ പേര് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതെല്ലാം ദൈവം ആണോ എന്നുള്ളത് നമ്മൾ ഒന്ന് ശോധന ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അനീതി പ്രവൃത്തി. അപ്പൊ ഇത്രയും നാളും ചെയ്തത് മുഴുവൻ അനീതിയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ അല്ലെങ്കിൽ എൻ്റെ സ്ഥലത്തേക്ക്, എൻ്റെ ഇടത്തേക്ക്, നിങ്ങൾ എൻ്റെ ഭവനത്തിലേക്ക് ഒരിക്കലും പ്രവേശിക്കത്തില്ല. എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്ത് കർത്താവ്. അപ്പോൾ എന്താണ് ഇതിൽ നിന്നും ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് മെസ്സേജുകൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ. പ്രത്യേകിച്ച് ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ എല്ലാവരും വീടിനകത്ത് 3-4 മാസമായിട്ട് ലോക്ക്ഡൗൺ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭമാണ്. ആർക്കും ഒരുമിച്ച് കൂടി വന്നിട്ട് ദൈവത്തെ ആരാധിക്കാനോ മിനിസ്റ്റർ ചെയ്യാനോ ഒന്നും സാധ്യമാകാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജനം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓർക്കുക, ഈ ഒരു ടൈമിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാനുള്ള ഒരു ടൈമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ, നമ്മൾ ആരാണ് ക്രിസ്തുവിൻ്റെ മുമ്പിൽ, ക്രിസ്തു എന്നെ അറിയുന്നുണ്ടോ, ഞാൻ ഇതുവരെ ചെയ്തതെല്ലാം കർത്താവിൻ്റെ ഹിതപ്രകാരമാണോ എന്ന് ശോധന ചെയ്യാനുള്ള ഒരു ടൈമാണ് ഈ ഒരു ടൈം എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ, നമ്മുടെ ലൈഫ് എങ്ങനെയായിരുന്നു ഇതുവരെ, ഇനി അങ്ങോട്ട് കർത്താവിൻ്റെ വരവ് ഏത് സമയത്തും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഈ ലോകം എങ്ങനെയാണ് പോകുന്നത്, ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്തൊക്കെയാണ്, ഇനി എന്തൊക്കെ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ സംഭവിക്കാൻ പോകുന്നതൊന്നും നമുക്കറിയില്ല അല്ലേ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ ഒരുക്കണം. ഒരുപക്ഷെ നമുക്ക് മറ്റുള്ളവരെ എല്ലാവരോടും നമുക്കിത് പറഞ്ഞ് അവരെ പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ലായിരിക്കും. എന്നാൽ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാൻ, നമ്മളെ ഒരുക്കുക. കർത്താവിൻ്റെ ഈ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ വാതിലിലൂടെ എനിക്ക് പ്രവേശനം സാധ്യമാകുമോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടൈമാണ് ഈ ടൈം എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്. നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കാനുള്ള ഒരു നല്ല ടൈം. ഈ ഒരു ടൈം ഇനി നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. അപ്പം ഈ സമയത്ത് ദൈവവചനത്തെ കൂടുതൽ ആഴമായി പഠിക്കുവാനും ചിന്തിക്കുവാനും അതുപോലെ ദൈവവചനം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഒരു ടൈമാണ് ഈ ഒരു ടൈം എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്. കർത്താവ് അതിനായിട്ട് നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അപ്പോൾ ഇവിടെ പറയുകയാണ്, അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ നിങ്ങൾ എന്നെ വിട്ടു പോകും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഇങ്ങനെ 3 തരത്തിലുള്ള ഉത്തരമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നോക്കി, നമുക്കറിയാം കർത്താവിൻ്റെ വരവിനെ കുറിച്ച് മത്തായി സുവിശേഷം 24-ാം അധ്യായം വ്യക്തമായിട്ട് ചില അടയാളങ്ങൾ, ചില ഇൻഫർമേഷനുകൾ നമുക്ക് നൽകുന്നുണ്ട്. 24-ാം അധ്യായത്തിൽ അവിടെ ശിഷ്യന്മാർ ചോദിക്കുന്നു, നിന്റെ വരവിൻ്റെ അടയാളം, ലക്ഷണങ്ങൾ അത് എപ്പോൾ സംഭവിക്കും എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവിടെ യേശു കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന മറുപടി നമുക്ക് നന്നായിട്ടറിയാം. അന്ന് കുറേ കാര്യങ്ങൾ സംഭവിക്കും എന്ന് പറഞ്ഞ് വന്നിട്ട് അവിടെ മത്തായി സുവിശേഷം 24-ന്റെ 37-ാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവാകും. പ്രൈസ് ദി ലോർഡ്. നോഹയുടെ കാലത്ത് എന്താ സംഭവിച്ചത്? സംഭവിച്ച അതേ സമയം അന്ന് ഉണ്ടായിരുന്ന സംഭവം പോലെയാണ് ഇപ്പോൾ മനുഷ്യപുത്രൻ ഇനി വരാൻ പോകുന്നതെന്നാണ് യേശു കർത്താവ് അവിടെ ശിഷ്യന്മാർക്ക് ഉപമയിൽ കൂടി, ഉദാഹരണത്തിൽ കൂടി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവിടെ കുറേ ഇൻഫർമേഷൻ പറയുന്നുണ്ട് അല്ലേ. ഇന്ന കാര്യങ്ങൾ സംഭവിക്കും, ഇന്ന കാര്യങ്ങൾ നടക്കും, അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കിക്കോണം, കർത്താവിൻ്റെ വരവ് വാതിൽക്കലെത്തി, കർത്താവ് വരാറായി, അപ്പം നമ്മൾ ഒരുങ്ങിയിരിക്കണം എന്നുള്ള ഒരു ഇൻഫർമേഷൻ അവിടെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നുണ്ട്. അവിടെ എന്താണ് ഈ നോഹയുടെ കാലം എന്ന് എടുത്ത് പറയുന്നത്? പ്രൈസ് ലോർഡ്. എന്താണ് ഈ നോഹയുടെ കാലത്ത് സംഭവിച്ചത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ എപ്പോഴും പ്രസംഗിക്കുന്ന കാര്യമാണ്. നോഹയുടെ കാലത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, അന്ന് യഹോവയായ ദൈവം മനുഷ്യനെ ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചിട്ട് എല്ലാം നന്നായിട്ട് വളരെ ഭംഗിയായിട്ട് ഈ ലോകത്തെ ക്രിയേറ്റ് ചെയ്തിട്ട് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ. അപ്പോൾ ആ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അതിനു മുമ്പ് എല്ലാം നന്നായിട്ട് വളരെ ഭംഗിയായിട്ടാണ് ഈ ലോകത്തെ ദൈവം സൃഷ്ടിച്ചത്. ഇന്ന് കാണുന്ന പ്രപഞ്ചം, എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട്, എത്ര നല്ല ക്രിയേറ്റ് ആയിട്ടാണ് ദൈവം എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും മനോഹരമായ ഈ ഭൂമിയിൽ ദൈവം അതെല്ലാം നല്ലതെന്ന് കണ്ടു. എന്നാൽ അവസാനം ദൈവം എന്ത് ചെയ്തു? മനുഷ്യനെ സൃഷ്ടിച്ചു, തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കി.
അപ്പോൾ ഈ മനുഷ്യനെ ഉണ്ടാക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ മനസ്സിലൊരു നല്ലൊരു ചിത്രം ഉണ്ടായിരുന്നു, കുറേ പ്രതീക്ഷകളുണ്ടായിരുന്നു. ഈ മനുഷ്യൻ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഒത്തിരി ഒരു പർപ്പസോട് കൂടിയാണ് ഈ മനുഷ്യനെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ഒരു ലൈഫ് ആയിരുന്നില്ല ഈ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത്. അവിടെ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പന നിരസിച്ചു, ദൈവഹിതപ്രകാരമല്ലാത്ത ഒരു ലൈഫ് അവർ കാഴ്ചവെച്ചു, ദൈവത്തിൻ്റെ തേജസ് നഷ്ടമായി, അവരെ ശപിച്ചു, ഭൂമിയിലേക്ക് അയക്കുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഇതെല്ലാം അതിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവിടെ നോക്കണം, ആദ്യം തന്നെ മനുഷ്യൻ തെറ്റിപ്പോയി അല്ലേ? കൽപ്പനാ ലംഘനം, അനുസരണക്കേട്, ദൈവത്തിന്റെ ഹിതപ്രകാരമല്ലാത്ത കാര്യങ്ങൾ, വിളിച്ച് മറ്റൊരു ശബ്ദത്തിന് കാതോർത്തു. അങ്ങനെ ഒത്തിരി പ്രോബ്ലം അവിടെ ഉണ്ടായി. അപ്പം മനുഷ്യൻ പുറത്താകുന്നു. ഇതൊക്കെ നമുക്കറിയാം. അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ പിന്നീട് അങ്ങോട്ട് വന്നത് മുഴുവനും ദൈവം നോക്കിയപ്പോൾ, യഹോവയായ ദൈവം ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ മൊത്തം വഷളായി കിടക്കുക. മൊത്തം വഷളത്ത് നിറഞ്ഞു കിടക്കുന്നു. ഭൂമി മുഴുവൻ അഴുക്കായി, മ്ലേച്ഛത, ദൈവഹിതമില്ലാത്ത പ്രവർത്തികൾ, മനുഷ്യൻ സ്വന്തം ഇഷ്ടം പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ലോകം മുഴുവനും, അല്ലെങ്കിൽ ദൈവം മനോഹരമായി സൃഷ്ടിച്ച ഭൂമി, ദൈവം എത്ര നന്നായിട്ട്, ദൈവത്തിന് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞൊരു പദമുണ്ട്, ഏറ്റവും നല്ലതെന്ന് ദൈവം കണ്ടു. അതെന്താണ്? ഇപ്പം വളരെ മോശമായിട്ട്, മ്ലേച്ഛമായിട്ട് കിടക്കുക. അപ്പം ഇത് കണ്ടപ്പോൾ ദൈവത്തിന് സഹിക്കാനേ കഴിയുന്നില്ല. അതായത് ഈ ലോകം നശിച്ചു, യഹോവയായ ദൈവം ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ അത് വഷളത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പൊ ദൈവത്തിന് അത് പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? ദൈവം ഒരു കാര്യം തീരുമാനിച്ചു, ഈ ഭൂമി ഞാൻ നശിപ്പിക്കും, ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന സകലത്തെയും ഞാൻ നശിപ്പിക്കുമെന്ന് ദൈവം അങ്ങ് തീരുമാനമെടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ദൈവം തീരുമാനമെടുത്തു. എന്നിട്ട് പക്ഷെ അവിടെ മറ്റൊരു സംഭവം നടക്കുന്നു. ആ തലമുറയിൽ ഉണ്ടായിരുന്ന നോഹ എന്ന് പറയുന്ന മനുഷ്യനോട് ദൈവത്തിന് കരുണ തോന്നി. നോഹയോട് ദൈവത്തിന്റെ കൃപ പകർന്നു കൊടുത്തു. നോഹയോട് ദൈവത്തിന് കൃപ തോന്നി. അപ്പോൾ നോഹ എങ്ങനെയാണ് വായിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുന്നു, നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അപ്പൊ ആ തലമുറയിൽ ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തെ നോക്കി ദൈവം പറയാണ്, ഇവൻ കൊള്ളാം, ഇവൻ നല്ലതാണ്, എൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കുടുംബം എന്ന് ദൈവം കണ്ടെത്തിയ ആ ഫാമിലിയാണ് നോഹയും കുടുംബവും. അപ്പം ദൈവത്തിന് നോക്കിയപ്പോൾ ഓക്കെ, ശരിയാണ്, ഇവർ കൊള്ളാം എന്ന് മനസ്സിലായപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? നോഹയോട് ദൈവം സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ മുതലാണ് ഇങ്ങോട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നോഹയോട് ദൈവം പറയാണ്, ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഭൂമിയെ നശിപ്പിക്കാൻ പോകുന്നു, ഒരു ജലപ്രളയം വരാൻ പോകുന്നു. നോക്കിക്കേ, ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത രീതിയിൽ നശിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നീ എന്തോ ചെയ്യണം? ഇത് ജനത്തോടൊന്ന് പറയണം. കാരണം അവർ മാനസാന്തരപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ. ആരെങ്കിലും ഇത് കേട്ടിട്ട് ഒന്ന് മാറി ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വന്ന് ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു അവസരം ഞാൻ കൊടുക്കുകയാണ്, അത് നീ ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു ദൗത്യം ആരെ ഏൽപ്പിക്കുകയാണ്? നോഹയെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ നോഹയോട് പറഞ്ഞു, നീ ഇങ്ങനെ പറയണം. എങ്ങനെയാ? ജലപ്രളയം വരാൻ പോകുന്നു, ഭൂമി നശിക്കാൻ പോകുന്നു, അതുകൊണ്ട് ഞാനൊരു പെട്ടകം ഉണ്ടാകുന്നു, ദൈവത്തിന്റെ ഹിതപ്രകാരം ഒരു പെട്ടകം ഉണ്ടാക്കുവാണ്, ആ പെട്ടകത്തിനകത്ത് കയറുന്നവർക്കെല്ലാം രക്ഷ പ്രാപിക്കാമെന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു. അങ്ങനെ പെട്ടകത്തിന്റെ കാര്യങ്ങളെല്ലാം നോഹയ്ക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ ദൈവം പറഞ്ഞ അതേ രീതിയിൽ തന്നെ നോഹ പെട്ടകം പണിതു. എന്നിട്ട് ഞാൻ ചുരുക്കി പറയട്ടെ, നമുക്ക് ഈ കഥ അറിയാവുന്നത് കൊണ്ട് ഞാൻ പറയുന്നു. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? നോഹ ഏകദേശം നമുക്ക് ചരിത്രം പഠിക്കും മനസ്സിൽ 120 വർഷത്തോളം പ്രസംഗിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്രയും വർഷം നോഹ ഒരേ ദൂത് പ്രസംഗിച്ചു. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. 120 വർഷത്തോളവും അല്ലെങ്കിൽ എത്ര നാൾ പ്രസംഗിച്ചോ അത്രയും നാളും നോഹ ഒരേ ഒരു ദൂത് മാത്രമേ പ്രസംഗിച്ചുള്ളൂ. എന്താണെന്ന് അറിയാമോ? മാനസാന്തരപ്പെടുക, അല്ലെങ്കിൽ പെട്ടകത്തിൽ കയറുക, ജലപ്രളയം വരാൻ പോകുന്നു. ഇത് മാത്രമാണ് നോഹ പ്രസംഗിച്ചത്. ദൈവം പറഞ്ഞത് മാത്രം പ്രസംഗിച്ചു. അതിനപ്പുറം അതിൻ്റെ കൂടെ ഒന്നും കൂട്ടി യോജിപ്പിച്ചില്ല, ഒന്നും ആഡ് ചെയ്തില്ല. സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വാക്ക് പോലും നോഹ അവിടെ സംസാരിച്ചില്ല. പക്ഷെ ഒരു കാര്യം കേൾക്കണോ? ഇത് പറഞ്ഞത് കൊണ്ട് മാത്രം ദൈവം പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷേ ഒരു മനുഷ്യൻ പോലും ഈ പെട്ടകത്തിനകത്ത് പ്രവേശിച്ചില്ല. നോക്കിക്കോണം. അതുവരെ ഭൂമിയിൽ മഴയെക്കുറിച്ചോ ആർക്കും ഒരു അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ വിചാരിച്ചു അത് ഇയാൾ വെറുതെ എന്തൊരു കിളവൻ നിന്ന് പൊട്ടത്തിനെ വിളിച്ചു പറയുന്നു, അത് കേട്ട് നമ്മളെല്ലാം അത് കേട്ട് അനുസരിക്കാൻ നിൽക്കുവാണോ, നമ്മൾ അത്ര മണ്ടന്മാരാണോ എന്നൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? പക്ഷെ ദൈവം കൊടുത്ത ഇൻഫർമേഷൻ നോഹ വിശ്വസ്തയോടെ ചെയ്തു. അതുകൊണ്ടാണ് നമുക്കറിയാം 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, നീതി പ്രസംഗിയായ നോഹ.
നീതി പ്രസംഗിയായ നോഹ. എന്തുകൊണ്ടാണ് നീതി പ്രസംഗിയായ നോഹ എന്ന് പുതിയ നിയമത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്? കാരണം നീതിയായിട്ടുള്ള അല്ലാത്ത ഒരു കാര്യം നോഹ പ്രസംഗിച്ചിട്ടുണ്ടാവില്ല. കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്ന യഹോവയായ ദൈവം കൽപ്പിച്ച അതേ ദൂത് മാത്രമേ നോഹ പ്രസംഗിച്ചുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൂതിനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്കിനെ കുറച്ചുകൂടെ തൻ്റേതായിട്ടുള്ള ലെവലിലേക്ക് കൊണ്ടുവന്ന സാഹിത്യ ഭാഷയിൽ ഒന്നും അവതരിപ്പിച്ചില്ല നോഹ. മറിച്ച് ഒറ്റ ദൂത് പറഞ്ഞു. ആമേൻ. അതിനി കേട്ടാലും അനുസരിച്ചാലും അവർക്ക് കൊള്ളാം. അതുകൊണ്ട് അപ്പം നോഹ ചിന്തിച്ചിട്ടുണ്ടാവും, ഒരു പക്ഷേ വേണേൽ ഇങ്ങനെ ചിന്തിക്കാം അല്ലേ, ഞാൻ ഇത്രയും കാലം കുറേ നാളുകൊണ്ട് ഞാനിത് തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് ഒരു മനുഷ്യൻ പോലും മാനസാന്തരപ്പെടുന്നില്ലല്ലോ, ഒരു മനുഷ്യൻ പോലും പെട്ടകത്തിൽ കയറുന്നില്ലല്ലോ, എന്നാൽ ഇനി ഒരു കാര്യം ചെയ്തേക്കാൻ, ഈ ദൂതൊന്ന് മാറ്റി ഒന്ന് പറയാം, അല്ലെങ്കിൽ ഇതാ വിടുതലിൻ്റെ സന്ദേശം, കുറച്ച് ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ട് ദാണ്ട് ഇപ്പോൾ വിടുതലാണ് നിങ്ങൾക്ക്, ഇപ്പോൾ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുത രോഗസൗഖ്യം, നന്മ, അത് ഇത്, ഒരു ബോർഡൊക്കെ വെച്ചിട്ട് ഭയങ്കര തീ ഇറങ്ങുന്ന ശുശ്രൂഷ, വിടുതലിൻ്റെ ശുശ്രൂഷ, അങ്ങനെയൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒരു കുറച്ചുകൂടെ അതിനകത്ത് കുറേ കൂടെ കലർത്തി അല്ലേ, മാനുഷികമായ നിലയിൽ കുറച്ച് ഭൗതികമായ കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ട് മനുഷ്യന് ഇഷ്ടം തോന്നുന്ന, മനുഷ്യൻ്റെ കണ്ണരസം നല്ല നല്ല ഭംഗിയായിട്ട് കേൾക്കുവാൻ കൊതിയുള്ള കുറച്ച് വാക്കുകളൊക്കെ ആഡ് ചെയ്ത് വേണമെങ്കിൽ നോഹയ്ക്ക് പ്രസംഗിക്കാമായിരുന്നു. പക്ഷെ ആ മനുഷ്യൻ ചിന്തിച്ചത് എന്താണെന്നറിയാമോ? ദൈവം പറഞ്ഞത് പല സ്ഥലങ്ങളിലും പഴയ നിയമത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. ആ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് വായിക്കാം, യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ നോഹ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. യഹോവ പറയാൻ പറഞ്ഞത് മാത്രം നോഹ പ്രസംഗിച്ചു. അതാണ് അനുസരണം എന്ന് പറയുന്നത്. ഓക്കെ, അത് മാത്രം അവൻ നന്നായിട്ട് പ്രസംഗിച്ചു. അപ്പോൾ ആരും കയറിയില്ലല്ലോ, എൻ്റെ ദൂത് ആരും കേട്ടില്ലല്ലോ, ആരും അനുസരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നോഹ നിരാശപ്പെട്ടു പോയില്ല. ദൈവം പറഞ്ഞത് അതുപോലെ പ്രസംഗിച്ചു. ദൈവമക്കളെ, ഇന്നായിരുന്നു ആ മെസ്സേജ് എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തെല്ലാം കാട്ടിക്കൂട്ടുമായിരുന്നു. എന്തെല്ലാം ആള് കൂടുന്നിടത്താണ് ആത്മീയം എന്നാണ് പലരും ഇന്ന് ചിന്തിച്ചിരിക്കുന്നത്. ഒത്തിരി ആളുണ്ടെങ്കിൽ അവിടെ ആത്മീയമുള്ളൂ, ഒത്തിരി ആളുണ്ടെങ്കിൽ അവിടെ ദൈവസാന്നിധ്യമുള്ളൂ എന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ട് ഇന്ന് ആത്മീയ കുളത്തിൽ. പ്രൈസ് ദി ലോർഡ്. അവിടെ അല്ല യഥാർത്ഥത്തിൽ ദൈവം ഇറങ്ങുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മുടെ ദൃഷ്ടാന്തമായിട്ട് മുന്നിൽ കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണെന്നറിയാമോ? ഈ പെട്ടകത്തിനകത്ത് 8 പേർ, നോഹയും കുടുംബവും അല്ല, മൃഗങ്ങളും അല്ലാതെ വേറെ ആരും പ്രവേശിച്ചില്ലെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ജലപ്രളയം വന്ന് ഭൂമിയെ നശിപ്പിച്ചു, എല്ലാം മുക്കിക്കളഞ്ഞു. 4 ചുറ്റും പ്രളയമാണ്. അതിൻ്റെ നടുവിൽ പറഞ്ഞതനുസരിച്ച് ഭക്തനും കുടുംബവും മാത്രം സേഫായിട്ടിരിക്കുന്നു. അപ്പം ഈ അരാരാത്ത് പർവ്വതത്തിൽ പെട്ടകം ഉറച്ചതിന് ശേഷം നോഹ ഒരു കാര്യം ചെയ്തു. വെളിയിൽ ഇറങ്ങിയിട്ട് ഒരു യാഗം അർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഒരു യാഗം അർപ്പിച്ചു. ആ യാഗത്തിന്റെ സൗരഭ്യവാസന സ്വർഗത്തിലെത്തിയപ്പോൾ ദൈവത്തിന് അത് പ്രസാദമായിട്ട് ദൈവം ഇറങ്ങി വന്ന് പറയുന്ന ഒരു ഉടമ്പടിയുണ്ട്, ഇനി മേലാൽ ഞാൻ ജലപ്രളയത്താൽ ഭൂമി നശിപ്പിക്കത്തില്ല. അതിൻ്റെ അർത്ഥം നോഹ അന്ന് കഴിച്ച ആ യാഗം, ആ സമയത്ത് കഴിച്ച യാഗം ദൈവം പ്രസാദിച്ചു. ഒന്ന് നോക്കി, ആ സമയത്ത് 4 ചുറ്റിനും ശവങ്ങൾ കൂടിക്കിടക്കുകയാണ് അല്ലേ. ജലപ്രളയം വന്ന് എല്ലാം ഭൂമിയെല്ലാം നശിച്ച്, കോടിക്കണക്കിന് ജനം നശിച്ച്, അതിൻ്റെ ചീഞ്ഞഴിഞ്ഞ നാറ്റം, ദുർഗന്ധം 4 ചുറ്റും വമിക്കുന്നു. 4 ചുറ്റും ദുർഗന്ധമാണ്. ഇതിൻ്റെ നടുവിൽ പറഞ്ഞതനുസരിച്ച് പ്രമാണത്തിന് വേണ്ടി നിന്ന വ്യക്തി പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി ഒരു യാഗം അർപ്പിച്ചു. ആ യാഗത്തിൻ്റെ സൗരഭ്യവാസന സ്വർഗത്തിലെത്തി. ദൈവം ഇറങ്ങി വന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ ലോകം 4 ചുറ്റിനും മ്ലേച്ഛതയാണ്, 4 ചുറ്റിനും ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലേ. അപ്പം നമ്മൾ ഇരിക്കുന്നത്, ഇതിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെയാ ആരാധിക്കുന്നത്, ഇതിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെയാ ദൈവത്തെ വിളിക്കുന്നത്, 4 ചുറ്റും എനിക്ക് ചുറ്റും എന്താണ് മ്ലേച്ഛതയാണ്, അല്ലെങ്കിൽ ഇത് എങ്ങനെ ദൈവം പ്രസാദിക്കുന്നൊക്കെ നമ്മൾ ചിന്തിക്കും ഇല്ലേ. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് കാണത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം മാത്രമേ കാണത്തുള്ളൂ, നമ്മൾ ഏകനായിരിക്കും. പക്ഷേ എന്നാലും കൽപ്പന പ്രകാരമാണ്, പ്രമാണപ്രകാരമാണ് നമ്മൾ യാഗമർപ്പിക്കുന്നതെങ്കിൽ, പ്രമാണപ്രകാരമാണ് നിൽക്കുന്നെങ്കിൽ, അമേൻ, അവിടെ ആളിനെ ഒന്നും നോക്കി ഇറങ്ങുന്ന ദൈവമല്ല. അമേൻ. ദൈവം പറഞ്ഞത്, പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയവൻ, പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ പ്രസംഗിച്ചവൻ, ഇന്നത് ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഇന്നത് ചെയ്തവൻ, അവന്റെ വാക്കിന്റെ മുമ്പിൽ അവൻ യാഗം അർപ്പിച്ചപ്പോൾ സ്വർഗം തുറന്നെങ്കിൽ, അമേൻ, ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അമേൻ, നമ്മൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു എന്നുള്ളതല്ല. വലിയ ആൾക്കൂട്ടത്തിന് മുമ്പിൽ ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടെങ്കിൽ എനിക്ക് മിനിസ്റ്റർ ചെയ്യാൻ കഴിയത്തുള്ളൂ, എൻ്റെ മെസ്സേജ് കോടിക്കണക്കിന് ജനങ്ങൾ കേട്ടാൽ മാത്രമേ എനിക്ക് പ്രസംഗം വരൂ എന്ന് പറയുന്നിടത്തൊന്നും അല്ല ദൈവം ഇറങ്ങി വരുന്നത്. ആമേൻ. നമ്മൾ മുറിക്കകത്ത് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രമാണപ്രകാരമാണെങ്കിൽ, ദൈവഹിതപ്രകാരമാണ് നമ്മുടെ ലൈഫ് നമ്മൾ പോകുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ആമേൻ, ഒറ്റയ്ക്കാണെങ്കിലും പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവന്റെ മുമ്പ് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്.
പ്രൈസ് ദി ലോർഡ്. നാല് ചുറ്റിനും എന്ത് വേണേലും നടന്നോട്ടെ, അത് നമ്മുടെ വിഷയമേ അല്ല. പക്ഷേ നമുക്ക് വേണ്ടി സ്വർഗം തുറക്കണമെങ്കിൽ, ദൈവം ഇറങ്ങി വരണമെങ്കിൽ, നമ്മുടെ യാഗം സൗരഭ്യവാസനയായി ദൈവസന്നിധിയിൽ എത്തണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ നിൽക്കണം. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും കൽപ്പനയ്ക്ക് വേണ്ടി നമ്മൾ നിൽക്കണം. കർത്താവിന് ഹിതപ്രകാരമുള്ള യാഗം നമ്മൾ അർപ്പിക്കണം. എന്നാൽ മാത്രമേ പ്രൈസ് ദി ലോർഡ് ദൈവസന്നിധിയിൽ ആ യാഗം പ്രസാദകരമായി തീരുകയുള്ളൂ. ഇന്ന് പലപ്പോഴും എല്ലാവരും ചിന്തിച്ചിരിക്കുന്നത് വലിയ വലിയ സ്റ്റേഡിയവും വലിയ വലിയ ഹോളും വലിയ ഇൻസ്ട്രുമെന്റ്സും വലിയ സെറ്റിങ്ങും ഉള്ള ഇടങ്ങളിൽ ആൾക്കൂട്ടം ഉള്ളിടത്താണ് വലിയ ദൈവ സാന്നിധ്യം തീ ഇറങ്ങുന്നത്. അവിടെയാണ് വലിയ എന്താ പറയാ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുന്നത്. അവിടെ ചെല്ലുന്നവർക്ക് മാത്രം വിടുതലാണ് ഇന്ന് മുഴുവനും കേൾക്കുന്ന മെസ്സേജ്. പക്ഷെ ഞാൻ ദൈവസാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലം എന്ന് പറയുന്നത് മറിച്ച്, പക്ഷെ ഞാൻ ഇരിക്കുന്ന ഇടം, എൻ്റെ ലൈഫ്, എൻ്റെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു? ആമേൻ. അത് നോക്കിയാണ് ദൈവം ഇറങ്ങി വരുന്നത്. അത് നോക്കിയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. മറ്റുള്ളത് എന്ത് വേണേലും ആയിക്കോട്ടെ, പക്ഷെ ഞാനും എൻ്റെ കുടുംബവും, ഞങ്ങൾ ഒരാളെ ഉള്ളൂ, 2 പേരേ ഉള്ളൂ, 8 പേരേ ഉള്ളൂ, അത് മതി എൻ്റെ ദൈവത്തിന്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ അന്നുണ്ടായ ആ നോഹയുടെ ഇതുപോലെയാണ് ഘട്ടത്തിലും സംഭവിക്കുന്നു പറയുമ്പോൾ എടുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഒരുപാട് ജനം ദൈവത്തിന്റെ പേരും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലേ. ഒത്തിരി കോടി ജനങ്ങൾ യേശുവിന്റെ പേരും പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മിനിസ്ട്രികൾ, പല രീതിയിലുള്ള മിനിസ്ട്രികൾ ഫോം ചെയ്യുന്നുണ്ട്. പല രീതിയിലുള്ള മിനിസ്ട്രികൾ പലരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ദൈവത്തിന്റെ ഹിതപ്രകാരമാണോ, ദൈവം പറഞ്ഞിട്ടാണോ, ദൈവത്തിന്റെ കാഴ്ചപ്രകാരമാണോ എന്നൊന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. പലരുടെയും ചിന്ത അങ്ങനെയാണ്. വലിയ വലിയ മിനിസ്ട്രികൾ ചെയ്യുമ്പോൾ എനിക്ക് അവരെ പോലെ ചെയ്യാൻ പറ്റുന്നില്ല. വേണ്ട, നീ ചെയ്യുന്നത് ദൈവഹിതപ്രകാരമാണ്. അതാരും അറിഞ്ഞില്ലെങ്കിലും സ്വർഗം അറിയുന്നൊരു ദിനമുണ്ട്. ആമേൻ. അവരെയാണ് ഇടുക്കുവാതിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നത്. അവരാണ് അകത്തേക്ക് പോകാനായിട്ട് റെഡിയായിരിക്കുന്നത്. അങ്ങ് ചെല്ലുമ്പോൾ മാത്രമേ അതിൻ്റെ ആ ഒരു മഹാത്മ്യം തിരിച്ചറിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നോക്കേ, നമുക്കറിയാം ഇവിടെ ഇത് പറഞ്ഞതിന് ശേഷം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ എന്ന് പറഞ്ഞതിന് ശേഷം, ആ ഉമകളെല്ലാം പറഞ്ഞതിന് ശേഷം യേശു കർത്താവ് വ്യക്തമായിട്ട് അവിടെ ഒരു വിരുന്നിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു വിരുന്ന് അല്ലേ. അപ്പോൾ ആ വിരുന്നിൽ പങ്കെടുത്തവർ, ക്ഷണിക്കപ്പെട്ടവർ തള്ളപ്പെട്ടു പോയ ഒരു ഉപമയെക്കുറിച്ച് 14-ാം അധ്യായം വ്യക്തമായിട്ട് വിളിച്ചറിയിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് 14-ാം അധ്യായത്തിൽ അവിടെ ഒരു എന്താ പറയാ, ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറയുന്നത്. കൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുത്തൻ ഇത് കേട്ടിട്ട്, 14-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, കൂടെ പന്തിയിൽ ഇരുന്നവൻ ഒരുത്തൻ ഇത് കേട്ടിട്ട് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറഞ്ഞു. അപ്പം ഇതിനെക്കുറിച്ച് യേശു കർത്താവ് ഒരു ഉപമയിൽ കൂടി ഒരു കാര്യം തെളിയിക്കുകയാണ്. ആരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്, ആരാണ് ഭാഗ്യവാൻ? ഇതിനോട് ബന്ധപ്പെടുത്തിയാണ് ആ ഉപമ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ യേശു കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, കല്യാണ സദ്യക്ക് ക്ഷണിച്ച കുറച്ച് ആൾക്കാരുടെ കാര്യവും അതിനുശേഷം അവർക്ക് രക്ഷ നഷ്ടമായി, അല്ലെങ്കിൽ ആ ക്ഷണം സ്വീകരിച്ചെത്തിയവർക്ക് ആ സദ്യ കഴിക്കാൻ പോകാതെ അവർ നഷ്ടപ്പെട്ടു പോയ ഒരു ഉപമയെക്കുറിച്ച് അവിടെ വ്യക്തമായിട്ട് പറയുന്ന ഒരു ഭാഗം നമുക്കറിയാം. അതിങ്ങനെയാണ്. യേശു കർത്താവ് ഉപമയിൽ കൂടി ഇത് പറയാണ്, ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി പലരെയും ക്ഷണിച്ചു. ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കിയിട്ട് പലരെയും ക്ഷണിച്ചു. അപ്പം ഒന്നാമത്തെ ക്ഷണമായ ആദ്യം അത്താഴം ഒരുക്കുന്ന സമയത്ത് എല്ലാവരെയും വിളിച്ചു. ഇനി അത്താഴം ഒരുക്കി പലരെയും ക്ഷണിച്ചതിന് ശേഷം അത്താഴ സമയത്ത് അവൻ തൻ്റെ ദാസനെ അയച്ചിട്ട് ആ ക്ഷണിച്ചവരോട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവി എന്ന് പറയിച്ചു. അപ്പം 2 പ്രാവശ്യം ക്ഷണിച്ചു. ആദ്യം ഇപ്പം നമ്മളൊരു കല്യാണം ക്ഷണിക്കാനാണെങ്കിലും ആദ്യം നമ്മൾ ലെറ്ററെല്ലാം കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ കൂടെ വിളിച്ചറിയിക്കും, ഇന്ന തീയതിയിൽ ഇത്രാമത്തെ ദിവസം അല്ലെങ്കിൽ ഇങ്ങനെ എൻ്റെ മകളുടെ വിവാഹമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്ഷണിക്കും, അല്ലെങ്കിൽ നമ്മളൊരു ഫംഗ്ഷൻ ക്ഷണിക്കും ഇല്ലേ. എന്നിട്ട് എന്നറിയാമോ, ഈ ഫംഗ്ഷൻ അടുത്തടുത്ത് വരും തോറും അല്ലെങ്കിൽ തലേ ദിവസം വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഇവരെ ഒന്ന് ഓർപ്പിക്കും, നാളെയാണ് വിവാഹം അല്ലെങ്കിൽ നാളെയാണ് ഇന്ന ഫംഗ്ഷൻ, നിങ്ങൾ എല്ലാവരും വരണം എന്ന് പറഞ്ഞ് രണ്ടാമതൊന്നും കൂടെ നമ്മളൊന്ന് ഓർപ്പിക്കാറുണ്ട് അല്ലേ. അതുപോലെ ഇവിടെ 2 പ്രാവശ്യം യേശു കർത്താവ് പറയണേ, 2 പ്രാവശ്യം ആ വ്യക്തി എന്ത് ചെയ്തു, ക്ഷണിച്ചു. ആദ്യം എല്ലാവരെയും വിളിച്ചു, എല്ലാവരും വരാമെന്ന് സമ്മതിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം ഒന്നുകൂടെ വിളിക്കുകയാണ്, എല്ലാം ഓക്കെയായി, വേഗം വരണം. അപ്പൊ ആദ്യത്തെ ക്ഷണത്തിൽ ഇവരെന്ത് പറഞ്ഞു, വരാമെന്ന് സമ്മതിച്ചുകൊണ്ടാണ് ഈ വിരുന്നെല്ലാം അറേഞ്ച് ചെയ്തത് അല്ലേ. അപ്പം രണ്ടാമത്തെ ക്ഷണത്തിൽ
ഈ വിളിച്ചവർ പറയുന്ന ചില വാക്കുകളുണ്ട്, അത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ ഇങ്ങനെയാണ്, അപ്പം ദാസനെ അയച്ചിട്ട് പറയാണ്, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, എന്ത് ചെയ്യണം, വരുവിൻ എന്ന് പറയിച്ചു. അപ്പം ഈ യജമാനൻ എന്ത് ചെയ്തെന്നറിയാമോ, ദാസനെ ഒന്നുകൂടെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, ദേ എല്ലാം റെഡിയായി, വേഗം എന്ത് ചെയ്യണം, കല്യാണ സദ്യക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒരുപോലെ ഒഴുകഴു പറഞ്ഞു. അപ്പം എല്ലാവരും പറഞ്ഞു, ആദ്യം വരാമെന്ന് പറഞ്ഞ കുറേ പേര് പറയാണ്, ഇപ്പം എനിക്ക് വരാൻ പറ്റത്തില്ല. അപ്പം അതിൽ 2-3 പേരുടെ കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. അത് നമ്മൾ ഒന്ന് ചിന്തിക്കാൻ പോവാണ്. എല്ലാവരും ഒരുപോലെ ഒഴുകഴു പറഞ്ഞു തുടങ്ങി. ഒന്നാമത്തെ അവനോട് അപ്പം ആദ്യം ഒരാൾ പറയാണ്, എനിക്ക് ഇപ്പം വരാൻ പറ്റത്തില്ല, കാരണം എന്തെന്നറിയാമോ, ഞാനൊരു നിലം വാങ്ങി, ഞാനൊരു നിലം വാങ്ങി, അത് ചെന്ന് കാണേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം, ഞാൻ വരത്തില്ല. അപ്പം കല്യാണ സദ്യക്ക് ക്ഷണിച്ച ആദ്യം അദ്ദേഹം വരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിനിടയിൽ എന്ത് സംഭവിച്ചു, ഒരു നിലം വാങ്ങിച്ചു. ആമേൻ. എന്താ ഈ നിലത്തെ കാണിക്കുന്നത്? ഈ ലോകപ്രകാരമുള്ള ഭൗതിക നന്മയാണ് നിലം എന്ന് പറയുന്നത്. ഇന്നത്തെ സ്ഥലം എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ, എസ്റ്റേറ്റുകൾ ഒക്കെ. ഇതിങ്ങനെ വാങ്ങിച്ചു കൂട്ടിയിട്ടപ്പോൾ ദൈവസന്നിധിയിലേക്ക് വരാൻ മറന്നു പോകുന്നു, അല്ലെങ്കിൽ സമയം തികയുന്നില്ല. അപ്പം ആദ്യം ക്ഷണിച്ചു, വരാമെന്ന് സമ്മതിച്ചു, അതനുസരിച്ച് അത്താഴം ഒരുക്കി. അത്താഴ സമയത്ത് ദാസനെ അയച്ചപ്പോൾ ആദ്യത്തെ മനുഷ്യൻ പറയാണ്, എനിക്ക് ഇപ്പം വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം, കാരണം എന്തെന്നറിയാമോ, ഞാനിപ്പോൾ കുറച്ച് സ്ഥലം മേടിച്ചിട്ട് ഞാനിപ്പോൾ അതിൻ്റെ ബിസിനസ്സിലാണ്, ഞാൻ അതിൻ്റെ തിരക്കിലാണ്, അതുകൊണ്ട് എനിക്കിപ്പം വരാനായിട്ട് പറ്റുന്നില്ല, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. കാരണം എന്ത് സംഭവിച്ചു, ഇതിനിടയിൽ ഒരു സ്ഥലം വാങ്ങി. ഈ സ്ഥലം ഇല്ലാതിരുന്ന സമയത്ത് കർത്താവിന് ആവശ്യമുണ്ടായിരുന്നു. ഈ സ്ഥലം ഇല്ലാതിരുന്ന സമയത്ത് ദൈവസന്നിധി ഓടി ചെല്ലുമായിരുന്നു. ഈ സ്ഥലം ഇല്ലാതിരുന്ന സമയത്ത് എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരോടും പ്രാർത്ഥന ആവശ്യപ്പെടുമായിരുന്നു. മനസ്സിൽ എപ്പോഴും ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്നാൽ നിലം വാങ്ങിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചെന്നറിയാമോ? നിലം വാങ്ങിയതിന് ശേഷം സമയം തീരെയില്ല. കാരണം ഇതിൻ്റെ പുറകെയാണ്, ഈ നിലത്തിൻ്റെ പുറകെയാണ്. ഇനി ഇതിനെ എങ്ങനെ മോഡിഫൈ ചെയ്യാം, എത്ര നില ഇതിനകത്ത് ബിൽഡ് ചെയ്യാം, ഇതിനകത്തിന് ഭൗതികമായി ഇനി എങ്ങനെയൊക്കെ മേപ്പോട്ട് കെട്ടി ഉയർത്താം, ആരെല്ലാം ഇതിനെ ക്ഷണിച്ച് വിളിച്ച് കാണിക്കാം, എനിക്ക് ഇത്രയും സ്ഥലമുണ്ട്, എനിക്ക് ഇന്ന എസ്റ്റേറ്റ് ഉണ്ട്, അതുകൊണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് എത്ര പേരെ ക്ഷണിച്ച് ഇതിനകത്തേക്ക് കൊണ്ടുവരാം, ഇതിൻ്റെ പുറകിലായി പോയി. അപ്പോൾ ഈ ക്ഷണം നിരസിച്ചു. അപ്പോൾ ഒന്നാമത്തിന് എന്ത് ചെയ്തു? ഭൗതിക നന്മ മുമ്പിൽ നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ ഈ ലോകപ്രകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ ക്ഷണം നിരസിച്ചു. ഇനി രണ്ടാമത്തെ വ്യക്തിയുടെ മറുപടി എന്താണ്? രണ്ടാമത്തെ വ്യക്തി, മറ്റൊരുത്തൻ, ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ട്, അവയെ ശോധന ചെയ്യാൻ പോകുന്നു, എന്നോട് ക്ഷമിച്ചു കൊള്ളണം. ഇപ്പൊ രണ്ടാമത്തെ ആള് പറയാണ്, ഒന്നാമത്തെ ആള് നിലത്തിന്റെ കാര്യം പറഞ്ഞ് ഒഴിഞ്ഞു മാറി. രണ്ടാമത്തെ ആള് പറയാണ്, ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ട്, അതിനെ എനിക്കൊന്ന് ശോധന ചെയ്യണം, അതിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് എനിക്ക് പോകണം, എന്നോട് ക്ഷമിക്കണം. അപ്പൊ ഈ 5 കാള എന്ന് വെച്ചാൽ പ്രൗഢിയാണ്. ഇന്നത്തെ സമ്പത്തും അല്ലെങ്കിൽ കാറ്, വാഹനം, അന്ന് കാളകളാണെങ്കിൽ ഇന്ന് എന്താണ് അത്, അതിന്റെ സ്ഥാനത്തേക്ക് വാഹനങ്ങളും പ്രൗഢിയും ഒക്കെ കാണിക്കുകയാണ്, ബിസിനസ്സാണ് അല്ലേ. അപ്പം ഈ ഒരു കാര്യത്തിലേക്ക് ഏർപ്പെടുന്നത് വരെ ആ ക്ഷണം സ്വീകരിച്ച് ദൈവസന്നിധിയിൽ ഓടി ചെല്ലുകയും ദൈവത്തോട് അടുത്തിരിക്കുകയും ചെയ്ത വ്യക്തി, ദൈവം കുറച്ചുകൂടി ഒരു സ്ഥിതിക്ക് മാറ്റം വന്ന് കുറച്ച് നന്മയൊക്കെ ദൈവം കൊടുത്തു, അല്ലെങ്കിൽ ആ പണ്ടത്തെ സ്ഥിതിക്കൊക്കെ ഒന്ന് മാറ്റം വന്നപ്പോൾ കുറച്ച് എന്ത് ചെയ്തു, 5 കാളയെ മേടിച്ച്, അല്ലെങ്കിൽ കുറച്ച് വീടും കാറും സമ്പത്തും പ്രൗഢിയും പ്രതാവും പണവും ഒക്കെ വന്നപ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ ക്ഷണം നിരസിച്ചു. ചർച്ചിൽ നാളെ വേണമെങ്കിലും പോകാം, ഈ സദ്യ പിന്നെ വേണമെങ്കിലും ആസ്വദിക്കാം, ഇപ്പം എൻ്റെ കാര്യം നടക്കട്ടെ. ഇങ്ങനെ തന്നെയാണ് ഇന്നത്തെ ലോകത്തിലും സംഭവിക്കുന്നത്. ആദ്യ കാലങ്ങളിൽ പിതാക്കന്മാർ, നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന പിതാക്കന്മാരൊക്കെ വളരെയധികം കഷ്ടപ്പെട്ട് വളരെയധികം വേദനയിൽ കൂടി നിന്നാപാത്രത്തിൽ കൂടി, അവർക്ക് ഭക്ഷിക്കാൻ നന്നായിട്ട് ഭക്ഷണമില്ല, വസ്ത്രമില്ല, പിന്നെ നല്ല പാർക്കാൻ നല്ല ഇടമില്ല, എന്നിട്ടും അവർ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സുവിശേഷ വേല ചെയ്തു. അവർക്ക് ഒരു പരാതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്തെന്നറിയാമോ, സഭ വളർന്നു, നന്നായിട്ട് വളർന്നു. ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങി, സഭയ്ക്കകത്ത് ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ പിതാക്കന്മാർ ആ കഷ്ടപ്പെട്ടത് കൊണ്ടുണ്ടായ ആ ഒരു നന്മയാണ് ഇന്നത്തെ തലമുറ അനുഭവിക്കുന്നത്. അവർക്കിപ്പോൾ ഒന്നിനും സമയമില്ല. ഇപ്പം അവർ ആ സമ്പത്തിൻ്റെ പുറകെയാണ്. ഇപ്പം അവർ അതിൻ്റെ പുറകിൽ അതിനി എങ്ങനെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഉയർത്താം എന്നുള്ള ചിന്തയിലാണ് ഇവർ ഇരിക്കുന്നത്. അപ്പം ഇവർക്ക് എങ്ങനെ ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ സമയം കിട്ടും? അപ്പം ഈ സമ്പത്തിൻ്റെ പുറകെ പോയത് കൊണ്ടാണ് ഇന്നത്തെ തലമുറ നശിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത കസേര എങ്ങനെ ഒപ്പിക്കാം, അടുത്ത പോസ്റ്റ് എങ്ങനെ, ഒരാളെ അടിച്ചിട്ടിട്ട് അടുത്ത ആളെ എനിക്ക് എങ്ങനെ കയറാൻ പറ്റും, സഭയിൽ ഞാൻ വലിയ ആളാകാൻ ശ്രമിക്കും, എല്ലാവരും എന്നെ അറിയപ്പെടണം, എൻ്റെ വീടും എൻ്റെ പ്രതാപവും എൻ്റെ പത്രാസും എല്ലാവരും എനിക്ക് കാണിക്കണം, ഞാൻ ഇന്ന വ്യക്തിയാണെന്ന് എല്ലാവരും അറിയണം. ഇതിൻ്റെ പുറകെ പോയത് കൊണ്ട് എന്ത് സംഭവിച്ചു എന്നറിയാമോ? ആത്മീയം പുറകിലേക്ക് പോയി, ദൈവം പുറകിലേക്ക് മാറി.
ഇത് മുമ്പിലേക്ക് വന്നു. സഭയ്ക്കകത്ത് എന്ത് ചെയ്തു? ലോകം കയറി. ഇപ്പൊ എവിടെ കിടക്കുന്നു? ഞാനും ദൈവവുമായിട്ട് എവിടെ നിൽക്കുന്നു? ചിന്തിക്കുക. പ്രൈസ് ലോർഡ്. ഇന്ന് നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ വന്നിട്ടും പഠിക്കുന്നില്ല. അവർക്ക് പിന്നെ എന്ത് ചെയ്യണം? വാരിക്കൂട്ടണം, മുന്നോട്ട് കുതിക്കാം, അടുത്ത സ്റ്റെപ്പിലേക്ക് എങ്ങനെ കയറാം, അടുത്ത ഒരു ലെവലിലേക്ക് ഞാൻ എങ്ങനെ എത്തും, ഇതിനെക്കുറിച്ച് മാത്രമാണ് ചിന്ത. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ എവിടെയൊക്കെ അയക്കണം, അല്ലെങ്കിൽ അവരെ ഏത് പൊസിഷനിലേക്ക് എത്തിക്കണം, ഇതിനെക്കുറിച്ച് മാത്രമാണ് ഇപ്പം ഇന്നത്തെ ലോകം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആത്മീയത്തിൽ ഈ ഇടുക്കുവാതിലൂടെ കടക്കണമെങ്കിൽ ഇതെല്ലാം പുറകോട്ട് തള്ളിക്കളഞ്ഞാൽ മാത്രമേ ഈ ഇടുക്കുവാതിലൂടെ പ്രവേശിക്കാനായിട്ട് സാധ്യമാകൂ. ഇനി മൂന്നാമത്തെ വ്യക്തി പറയുന്നത് എന്തെന്നറിയാമോ? ഞാനൊരു വിവാഹം കഴിച്ചു, അതുകൊണ്ട് എനിക്കിപ്പോൾ സമയമില്ല, എന്നോട് ക്ഷമിക്കണം. ആദ്യത്തെ ആൾ പറഞ്ഞു നിലം വാങ്ങിച്ചു, രണ്ടാമത്തെ ആൾ പറഞ്ഞു 5 കാളയെ കൊണ്ടു, മൂന്നാമത്തെ ആൾ പറയാണ് ഞാനൊരു വിവാഹം കഴിച്ചു, അതുകൊണ്ട് എനിക്കിപ്പോൾ കുറച്ച് തിരക്കാണ്. പ്രൈസ് ദി ലോർഡ്. വിവാഹത്തിന് മുമ്പ് എന്തുണ്ടായിരുന്നു? സമയം ഉണ്ടായിരുന്നു, പ്രാർത്ഥിക്കാൻ സമയമുണ്ടായിരുന്നു, ദൈവസന്നിധിയിൽ ഇരിക്കാനും ഉപവസിക്കാനും ദൈവത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും സമയമുണ്ടായിരുന്നു. അന്ന് ഒറ്റയ്ക്കായിരുന്നു. പക്ഷെ ഇന്ന് കൂട്ടിന് ഒരാളെ ദൈവം കൊടുത്തു, വിവാഹം കഴിച്ചു, ഇപ്പോൾ എൻഗേജ് ആയി. പ്രൈസ് ദി ലോർഡ്. ഇപ്പം തീരെ സമയമില്ല, ഒന്നിനും സമയമില്ല. ഇപ്പം ആ കാര്യങ്ങൾക്ക് പോകണം, മറ്റേ കാര്യങ്ങൾക്ക് പോകണം, ആ വിവാഹത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യത്തിന് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് ആത്മീയത്തെ പഴയ ലൈഫിൽ ആ ഒരു ലൈഫിനെ മാറ്റി വെച്ചുകൊണ്ട് പുതിയൊരു ലോകത്തിലേക്ക് അവർ പ്രവേശിച്ചു. അപ്പം എന്ത് സംഭവിച്ചു? ദൈവം പുറകിലായി. ആമേൻ. അപ്പം ഈ 3 വ്യക്തികളും പല രീതിയിലുള്ള ഒഴിവൊഴിവ് പറഞ്ഞു. എന്തിനാ ഈ ഒരു ഉപമ നമ്മളെ ദൈവം കേൾപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ന് ഇത് തന്നെയാണ് ആത്മീയ ലോകത്തിൽ നടക്കുന്നത്. ആദ്യ നാളുകളിൽ ഇറങ്ങിയ സമയത്ത് നമുക്ക് നല്ലൊരു എരിവുണ്ടായിരുന്നു. ഇറങ്ങിയ സമയത്ത് കർത്താവിനോട് ജ്വലിക്കണം, കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും എനിക്ക് മതിയാകുന്നില്ല, കർത്താവിന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഇറങ്ങിയ വ്യക്തികൾ ഇന്ന് എവിടെ? പണവും പ്രതാപവും സ്റ്റാറ്റസും ലോകപ്രകാരമുള്ള സ്ഥാനമെല്ലാം അവർക്ക് ലഭിച്ചപ്പോൾ അവരെന്ത് ചെയ്തെന്നറിയാമോ? കർത്താവിനെ പുറകിലേക്ക് മാറ്റി വെച്ചിട്ട് ഇവരുടെ ഇഷ്ടത്തിന് മിനിസ്റ്റർ ചെയ്യാൻ തുടങ്ങി. പ്രൈസ് ലോർഡ്. അതുകൊണ്ടാണ് ഇന്ന് സഭ തകർന്നുകൊണ്ടിരിക്കുന്നത്, പലരും വീണുകൊണ്ടിരിക്കുന്നത്, പലരും പിന്മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ദൈവരാജ്യത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുമില്ല. ആ കാഴ്ചപ്പാടെല്ലാം നഷ്ടപ്പെട്ടു. ദൈവരാജ്യത്തിന്റെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു. അതിന് പകരം സഭയ്ക്കകത്ത് ലോകം കയറി തുടങ്ങി. യൗവനക്കാർ നശിക്കാൻ തുടങ്ങി. അവർ പല രീതിയിൽ പോകാൻ തുടങ്ങി. പല രീതിയിലുള്ള ഉപദേശം സഭയ്ക്കകത്ത് കയറി. പിതാക്കന്മാർ ഇട്ട അതിർവരമ്പിനെ മറികടന്നു, അതിനെ മായ്ച്ചു കളഞ്ഞു. എന്നിട്ട് അശുദ്ധമായത് പലതും സഭയ്ക്കകത്ത് കൊണ്ടുവന്നു. ഇങ്ങനെ ചെയ്താലൊന്നും വലിയ കുഴപ്പമില്ല, എങ്ങനെ പോയാലും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഇനി ഞാൻ അങ്ങ് മുകളിലേക്ക് കയറി പോകുമെന്നുള്ള ചിന്തയിലാണ് ഇന്ന് പലരും ഇരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽ ഓർക്കുക, അങ്ങനെയുള്ള മെസ്സേജുകളാണ് ഇന്ന് മുഴുവനും കേൾക്കുന്നത്. എവിടെ നോക്കിയാലും കേൾക്കുന്നതാണ് ഇപ്പോൾ വിടുതൽ, ഇപ്പോൾ വിടുതൽ, ഇപ്പൊ ഇന്നകത്തോട്ട് കയറിയ വിടുതൽ. ഇതിനകത്ത് കയറി എങ്ങനെ വിടുതൽ നടക്കും എന്നാ പറയുന്നത്. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ വിടുതൽ നടക്കും? പ്രൈസ് ദി ലോർഡ്. അതൊക്കെ ഈ ലോകപ്രകാരമുള്ള വിടുതലായിരിക്കും. പക്ഷെ നിത്യതയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇടുക്കുവാതിലൂടെ കടക്കാതെ ഒരു രക്ഷയുമില്ല. അതിനകത്തൊരു പോരാട്ടമുണ്ട്. ആ പോരാട്ടം ജയിച്ചാൽ മാത്രമേ ദൈവമക്കളെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധ്യമാകൂ. എന്നിട്ട് ഇവിടെ പറയുന്നു, ഇപ്പോൾ ഈ 3 ആൻസർ കേട്ടതിന് ശേഷം വീട്ടുടയവൻ എന്തെന്നറിയാമോ? കോപം ജ്വലിച്ചു. എന്നിട്ട് പറയാണ്, ഈ ക്ഷണിച്ചവരാരും എൻ്റെ അത്താഴം ആസ്വദിക്കയില്ലെന്ന് ഞാൻ സത്യമായിട്ട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവരെ ക്ഷണിച്ചവരാണ് അല്ലേ? ഈ ക്ഷണിക്കപ്പെട്ടവർ എന്ത് ചെയ്തു? ഈ അത്താഴം ആസ്വദിക്കത്തില്ല എന്ന് തീർത്തവിടെ പറയാണ്. എന്നിട്ട് ദാസനോട് പറയാണ്, കണ്ടവരെയെല്ലാം എൻ്റെ കല്യാണ സദ്യക്ക് അല്ലെങ്കിൽ എൻ്റെ സദ്യക്ക് വേണ്ടിയിട്ട് നീ വഴിയിൽ കാണുന്ന അംഗഹീനർ, മുടന്തർ, ദരിദ്രർ, കുരുടർ, ആരുമില്ലാത്തവർ, ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന വഴിയേരി കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആർക്കും വേണ്ടാത്ത കുറേ ജനം, അവരെ നീ അകത്തേക്ക് വിളിക്കാൻ, കണ്ടവരെ അകത്തേക്ക് വിളി, എൻ്റെ വീട് നിറയേണ്ടവൻ. പ്രൈസ് ദി ലോർഡ്. കൃപയാൽ നമുക്ക് കിട്ടിയ ഈ രക്ഷ, കൃപയാൽ ദൈവം ഒരു മനുഷ്യന് ദയ തോന്നാതെ, ഒരു കണ്ണിനും ദയ തോന്നാതെ നമ്മൾ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ കിടന്ന സമയത്ത് നമ്മളെ തേടി വന്നൊരു ഇടയനുണ്ട്, നമ്മളെ തേടി വന്നൊരു സ്നേഹമുണ്ട്. ആ സ്നേഹം നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചാൽ നമ്മൾ തള്ളപ്പെട്ടവരുടെ കൂട്ടത്തിലായി പോകും. അങ്ങനെ കൃപയാൽ കിട്ടിയതാണ് നമുക്ക് ഈ രക്ഷ. ഈ രക്ഷ ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇവർ പറഞ്ഞതുപോലെ ഒഴുകൊഴി പറഞ്ഞ് നമ്മൾ തള്ളിക്കളഞ്ഞാൽ, നമ്മൾ റിജക്റ്റ് ആയിട്ട് നമുക്ക് പകരം ഇനിയുമുണ്ട് ഒരുപാട് ജനം. അവരെ ഇതിലേക്ക് ദൈവം കൊണ്ടുവരും, ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവരോട് പറയും, എൻ്റെ രാജ്യത്തിൽ എൻ്റെ സദ്യക്ക് നിങ്ങൾ യോഗ്യരാണ്, വന്ന് ഭക്ഷിപ്പിനെന്ന് പറയും. ആ ക്ഷണിച്ച പുരുഷന്മാർ ആരും മുന്നില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ, എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ,
ഹല്ലേലൂയ. ഇന്നത്തെ പല സന്ദേശങ്ങളും ഈ ലോകത്തിൽ എന്ത് നേടാമെന്ന് പഠിപ്പിക്കുന്ന സന്ദേശമാണ്. ദൈവരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള എരിവോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു പോരാട്ടമുണ്ടെന്നോ അല്ലെങ്കിൽ അവിടെ പോകാൻ എന്ത് ചെയ്യണമെന്നോ ആരും പഠിപ്പിക്കുന്നില്ല. എല്ലാവർക്കും വേണ്ടത് ഈ ലോകത്തിൽ എന്ത് നേടാം, എങ്ങനെ നിൽക്കാം. ഈ ലോകം അവസാനിക്കാറായി, അതിൻ്റെ ലക്ഷണങ്ങൾ മുഴുവനും കണ്ടു. എന്തെല്ലാം ഈ ലോകത്തിൽ വിളിച്ചറിയിക്കുന്നു, കർത്താവിൻ്റെ വരവിൻ്റെ അടയാളം, ലക്ഷണങ്ങൾ. എന്നിട്ടും ജനം മാനസാന്തരപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ ഹൃദയത്തിൽ ഒന്ന് ശോധന ചെയ്യാം. ഞാൻ ആരാണ് ക്രിസ്തുവിൽ? ഞാൻ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, ഞാൻ ഒരിക്കൽ സ്നാനപ്പെട്ടു, ഞാൻ എന്താ പറയുക, ഞാൻ ഭയങ്കര മിനിസ്ട്രി ഒക്കെ ചെയ്യുന്നു പറഞ്ഞ് നമ്മളിരിക്കാതെ എന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ, ഈ ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകണമേ എന്നൊരു പ്രാർത്ഥന. ഇവിടെ പറഞ്ഞതുപോലെ ഇടുക്കുവാതിലൂടെ കടക്കാൻ പോരാടുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടാകണമേ എന്നൊരു പ്രാർത്ഥന ഈ സന്ദേശം കേൾക്കുന്ന ഒരാൾക്കെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. ദൈവം അതാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് 99 നീതിമാന്മാരെ മാറ്റി വെച്ചിട്ട് ആമേൻ ഒരു പാപിയെ തേടി കർത്താവ് വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ രക്ഷ ഇത് കൃപയാൽ നമുക്ക് ലഭിച്ചതാണ്. ഇതിനെ തിരസ്കരിക്കരുത്, ഇതിനെ തട്ടിക്കളയരുത്, ഇതിനെ മാറ്റിക്കളയരുത്. കർത്താവ് ഇനിയും നമുക്ക് സമയമുണ്ട്. കർത്താവ് നമ്മളെ നോക്കി വെയിറ്റ് ചെയ്യാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് ഫോൾട്ട് സംഭവിച്ചത്? എവിടെയാണ് കർത്താവിൻ്റെ അല്ലെങ്കിൽ ആ കർത്താവ് ക്ഷണിച്ച സമയത്ത് നമ്മുടെ ആ ബിസി ലൈഫിനെല്ലാം മാറ്റി വെച്ചിട്ട് പലപ്പോഴും നമ്മൾ തിരസ്കരിച്ചിട്ടില്ലേ? പലപ്പോഴും നാളെ ആകട്ടെ കർത്താവ്, നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചില്ലേ? പക്ഷേ ഇപ്പോഴും കർത്താവ് വെയിറ്റ് ചെയ്യാണ് നമ്മൾ മടങ്ങി വരുന്നത് നോക്കി. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കാം. ഇടുക്കുവാതിലൂടെ കടപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. അതിനുവേണ്ടി എല്ലാ ജനത്തെയും, ഈ സന്ദേശം കേട്ട എല്ലാവരെയും കർത്താവ് ഒരുക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ഈ എൻഡ് ടൈം റിവൈവലിൻ്റെ ഫേസ്ബുക്ക് പേജിലുള്ള എല്ലാ പ്രിയമുള്ളവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.